ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും, പിന്നെ നമ്മൾ അതിന് മുമ്പ് ഈ പുതിയ അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോയതൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വ്ളോഗാക്കി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി എന്തായാലും ഈ വരുന്ന ഒരാഴ്ച ഭയങ്കര തിരക്കിലായിരിക്കും എന്നുള്ളത്. ഇനി വരുന്ന ആഴ്ചകളിൽ എന്തായാലും കുറച്ച് തിരക്കുണ്ടാവും എന്നുള്ളത്. കാരണം എനിക്കവിടെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ക്ലീനിങ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാനും സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാനും അങ്ങനത്തെ ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പണികളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം 1 year അല്ലേ അവിടെ താമസിച്ചിട്ടുള്ളൂ. നമ്മൾ അധികം സാധനങ്ങൾ അവിടെ വാങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം ഇങ്ങനെ വാങ്ങി വെക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഫർണിച്ചേഴ്സും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ വന്ന സമയത്ത് നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിവിടെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള വേറൊരു ഫ്ലാറ്റിൽ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്നിട്ട് നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആണ് കുറച്ചും കൂടി അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും ഗ്യാതറിങ് പ്ലേസ് ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി അമ്യൂണിറ്റീസ് കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ നോക്കിയത് ഇവിടെയാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് ആ സമയത്ത് അവിടെയാണ്. അപ്പോൾ എന്തായാലും ഒരു 1 year വരെ അവിടെ നിന്നിട്ട് ലീസ് എൻഡ് ചെയ്യുന്നവരെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം തന്നെയായിരുന്നു കേട്ടോ പ്ലാന്. അങ്ങനെ നമ്മൾ കിട്ടിയ സമയത്ത് അത് ബുക്ക് ചെയ്തു. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ മൂവ് ആയത്. ഇവിടെ ഈ ഒരു സമയത്താണ് എല്ലാവരും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. കാരണം ഭയങ്കര സ്നോ ആയിരുന്നു ഒരു 2 മാസം മുമ്പ് വരെ. നിങ്ങളെല്ലാവരും എൻ്റെ പഴയ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര സ്നോയിങ് ആയിരുന്നു ആ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ മൂവിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മൂവ് ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ, ഒരു നിവൃത്തിയില്ലാതെ മൂവ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സമയം തന്നെ മൂവ് ചെയ്യാൻ വേണം. അങ്ങനെ നമ്മൾ കറക്റ്റ് സമ്മർ ആയപ്പോഴേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷിഫ്റ്റിംഗ് വ്ളോഗ് എന്താണെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് നമ്മളെ ഷിഫ്റ്റിങ് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് മൂവ് ആകുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു സ്റ്റോറേജിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജ് റൂം അവർ തരും. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ കീ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട് താമസിക്കുന്നതിൻ്റെ ഉള്ളിലല്ല, അത് പുറത്തായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ സാധനങ്ങൾ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമുക്കായിട്ടൊരു റൂം ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോറേജിൽ സാധനങ്ങൾ കൊണ്ടുവെക്കാനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളധികം യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, കുട്ടികളുടെ ടോയ്സ്, പിന്നെ കിച്ചണിലാണെങ്കിലും നമ്മൾ അധികം യൂസ് ചെയ്യാത്ത, ഡെയിലി നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതല്ലാത്ത കുറേ സാധനങ്ങൾ ഇതേപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിൽ തന്നെയുള്ള കാർട്ടൂൺ ബോക്സസ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. നമുക്ക് ജസ്റ്റ് അധികം ദൂരമൊന്നും ഇല്ലല്ലോ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അതുകൊണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാറിൽ തന്നെ മൂവ് ചെയ്യുക ചെയ്തത്. ഒരു 3-4 പ്രാവശ്യം കാറിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാണോ നമ്മൾ മൂവിങ് ഡേറ്റ് കൊടുത്തത് ആ ഒരു ദിവസം മാത്രമേ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കീ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദിവസം തന്നെ നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങും പിന്നെ അതുപോലെ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. നല്ലൊരു വെതറൊക്കെ ആയിട്ട് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോറേജ് റൂം. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ സ്റ്റോറേജിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണമാണ് നമ്മൾക്കുള്ളത്. ഇത് ജസ്റ്റ് ഇതേപോലെ നമുക്ക് സാധനങ്ങൾ ഡംപ് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്നൊരു റൂമാണ് കേട്ടോ. നമ്മളത് നല്ല ലോക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൂട്ടി വെക്കുക. ഇതിന് എത്രത്തോളം സാധനം വെക്കാൻ പറ്റുമോ അത്ര നമുക്ക് വെച്ച് നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കുന്നിടത്തോളം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെ മെയിൽ ബോക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ മേലെ നമ്മൾ പേരൊട്ടിക്കണം. അപ്പോൾ നമ്മൾ 2 പേരെ നെയിം വെച്ചിട്ടുള്ള ആ ഒരു സ്ലിപ്പ് നമ്മളിതാ ഇതിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കീ ഒക്കെ വാങ്ങി നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് ലേ ഔട്ട് മാത്രം കാണാനുള്ളൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ വന്ന് കണ്ടിട്ട് ബുക്ക് ചെയ്യുകയൊന്നുമല്ല ചെയ്തത്. നമുക്ക് ആ ഓപ്ഷന് നമ്മളെ പറ്റിയ ആ ഒരു കറക്റ്റ് ഡേറ്റിന് ഇത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കണ്ടീഷൻസും ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ടു ഇറങ്ങി എന്നല്ലാതെ നമുക്ക് അധികം നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഇവിടെ വേറൊരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ടൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം കേട്ടോ. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. റിനോവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മളതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് ഇന്നത്തെ ദിവസമാണ് മനസ്സിലായത്. കാരണം ഓരോ ചെറിയ ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇത് അവിടെ എത്തിയിട്ട് ഇനി ഇതേപോലെ സെറ്റ് ചെയ്യും വേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ ഞാനിതാ എൻ്റെ കയ്യിൽ തന്നെ വെച്ച് ഞാൻ ആരെ കയ്യിലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞാൻ കുറേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഡെക്കോർ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. എവിടെ പോയാലും എനിക്കിതേപോലെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി വെക്കാനും അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ എന്തായാലും അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം, അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ മൂവ് ചെയ്തത് ഡ്രസ്സൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഹാങ്ങറിലുള്ള ഡ്രസ്സുകളെല്ലാം നമ്മൾ പിന്നെ മടക്കിയിട്ട് വെക്കാനൊന്നും നിന്നിട്ടില്ല. അതിതാ ഇതേപോലെ ഗാർബേജ് ബാഗ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഹാങ്ങറോട് കൂടെ തന്നെ നമ്മൾ ഡ്രസ്സെല്ലാം അതിലേക്ക് വെക്കുക ചെയ്തത്. അതൊരു ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ജസ്റ്റ് ഹാങ് ചെയ്ത് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അധിക ഡ്രസ്സും ഹാങ്ങറിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് റൂം എംറ്റി ആക്കി കൊടുത്ത് കീ കൊടുത്ത് പോകുന്നത് ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ കുറച്ച് വലിയ ഐറ്റംസ് ആയിട്ടുള്ള ഫർണിച്ചർ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ വണ്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് യു-ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസാണ് കേട്ടോ. യു-ഹോൾ ഒരു അമേരിക്കൻ കമ്പനിയാണ്, റെൻ്റൽ കമ്പനി. അത് ഇവിടുന്ന് നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വലിയ വണ്ടികളൊക്കെ ട്രക്ക് പിന്നെ അതുപോലെ വാന് കാര്യങ്ങളൊക്കെ അവർ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി നമ്മൾ റെൻറ്റിന് എടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും മൂവ് ചെയ്യുക. എല്ലാം സെൽഫാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ എല്ലാം ചെയ്യുക, അതിനുള്ള ഒരു സർവീസ് മാത്രം അല്ലെങ്കിൽ ഒരു വണ്ടി മാത്രം അവർ തരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഒരു വണ്ടി നമ്മൾ അവരെ തന്നെ ഏൽപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു വ്യൂ ഇനിയിപ്പോൾ ഉണ്ടാവില്ല. ഇനി പുതിയൊരു വ്യൂ ആയിരിക്കും അടുത്ത വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അവസാനമായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ട് കീ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നേരെ അങ്ങോട്ട് പോവുക. ഫുള്ള് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ടും നമുക്ക് കുറേ സാധനങ്ങൾ പിന്നെയും കാർ നിറയെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. എല്ലാ സീറ്റിലും സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ താമസിച്ചാലും അല്ലെങ്കിൽ നമ്മളൊരു ഫുള്ളായിട്ടൊരു വീട് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ നമ്മളറിയാത്ത സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ദാ ഇവിടാണ് നമ്മളെ പുതിയ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമുക്കിതൊരു പുതിയ സ്ഥലമായിട്ട് തോന്നണേ ഇല്ല കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു സമ്മർ ടൈം ആകുമ്പോൾ കുട്ടികളെ കളിക്കാനാണെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ഗ്യാതറിങ്സ് ഉണ്ടാവുകയാണെങ്കിലും ഒക്കെ അധികം ഇവിടെ തന്നെയാണ് വരാറുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു പുതിയ സ്ഥലമായിട്ട് അങ്ങനെ തോന്നണേ ഇല്ല. പിന്നെ നമ്മളൊരു പുതിയ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം പുതിയതായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവിടെ താമസിച്ചാലേ അറിയുള്ളൂ എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാമെന്ന് തീരുമാനിച്ച സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ കുറേ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് എടുക്കാമെന്നുണ്ടായിരുന്നത്. അതിലൊന്നാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രൗണ്ട് ഫ്ലോർ കിട്ടിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ കിട്ടുകയാണെങ്കിൽ അത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഇവരിങ്ങനെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരിക്കും. അവർ കുട്ടികളല്ലേ, എന്തായാലും അവർ ഓടും ചാടും കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്കിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ നേരം ഉണ്ടാവലുള്ളൂ. ഇവിടുന്ന് നമ്മളെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും അവരോട് ഓടല്ലേ ചാടല്ലേ എന്ന് പറയലായിരുന്നു പണി. കാരണം താഴെയുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഭയങ്കര സൗണ്ടായിരിക്കും മേലെ നിന്ന് താഴേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഇന്ന് മുതൽ ഇവിടെ കയറി താമസിക്കാൻ പോവാണ്. ഇന്നാണ് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സാധനങ്ങളെല്ലാം ഇവിടെ എത്തി. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ സാധനങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലത്ത് വെക്കാനും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും മാത്രമേ ഉള്ളൂ. അതിന് എന്തായാലും സമയമെടുക്കും. എന്തായാലും സമയമെടുത്ത് നമ്മളെ വീട്ടിനുള്ളിൽ തന്നെ ആണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ലഞ്ചിന് വിളിച്ചിട്ടുള്ളത്. അവർ ലഞ്ചും ഡിന്നറും അവരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനും സമയം കിട്ടില്ല. പിന്നെ ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ. ഇനി പുതിയ സ്ഥലത്തേക്ക് മാറിയതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫും പിന്നെ അതേപോലെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇനി വേറൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.